അള്ളാഹുടെ പരിശുദ്ധ ഖുർആൻ പക്ഷി ലക്ഷണ അതേപോലെ ലക്ഷണക്കേട് ചൊല്ലെതിരെ ഇസ്ലാം ശക്തമായിട്ടും എതിർത്തൊരു വിഷയമായിട്ടിരിക്കരുത്. കഴിഞ്ഞ ക്ലാസ്സിലാണ് ചൊന്ന ഇമാം ബുഖാരി ഇമാം മുസ്ലിം അള്ളാഹു റിപ്പോർട്ടാക്കിയ ഒരു ഹദീസ്, രണ്ട് സമുദായത്തിൽ 70,000 ആൾമാർ ഹിസാബില്ലാണ്ട് സ്വർഗത്ത് കിടക്കാറ്. ആ സ്വർഗത്ത് ഹിസാബില്ലാണ്ട് സ്വർഗത്ത് കിടക്കറേ ആ ആൾമാർക്കുള്ളേ പ്രത്യേകമായ അങ്ങനെ വിശേഷത്തെന്തിനെ ചൊന്നുണ്ടായെങ്കിൽ അങ്ങ ജ്യോതിഷന്മാരെ മുട്ട പോയിട്ട് അല്ലെങ്കിൽ അങ്ങ് ഈ ശൈത്താന്റെ പണിയെടുക്കുന്ന ആൾമാരെ മുട്ട പോയിട്ട് നൂൽ കെട്ടുപാട്ടല്ല ഒന്നു. രണ്ടാമത്തേത് വലായത്ത് തൊയ്യറൂൻ അങ്ങ പക്ഷി ലക്ഷണം നോക്കല, അല്ലണ്ടെങ്കിൽ രേഖ നോക്കിയിട്ട് അത് ചൊന്നിട്ടു അതിലെ ആൾമാരെ വിശ്വസിക്കല. അങ്ങ് എപ്പോഴും റബ്ബുടെ മേൽ തവക്കുലാക്കട ആൾമാരായിട്ടിരിക്കാറ്. ഇസാബില്ലാണ്ട് നന്റെ ഉമ്മത്തില് 70,000 ആൾമാർ സ്വർഗത്ത് പോണ്ട വിഭാഗത്തില് അങ്ങ് ഉള്ളാറ് ചൊന്നിട്ടായിട്ടിരിക്കറേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുമ്പോഴത്തേക്കും പ്രത്യേകമായിട്ടും ഞങ്ങളുടെ സമുദായത്തിലുണ്ട് ചൊമ്മത്ത് പെണ്ണിങ്ങ എന്തെങ്കിലും ഒരു വിഷയ ബന്ധിസാത്തക്ക് പോണ്ട ഒരു ബട്ടട മുട്ടയിട്ടിക്കരുത്, അല്ലെങ്കിൽ ജ്യോതിഷന്മാരെ മുട്ട പോണ്ടേട്ടിക്കരുത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, മൻ അത അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖ ബിമാ യഖൂലു ഫഖദ് കഫറ ബിമാ അൻസലല്ലാഹു അലാ മുഹമ്മദ്. ഒരാള് ജ്യോതിഷരെ മുട്ട പോയ എന്നിട്ട് ആ ജ്യോതിഷ എന്തിരെ ചൊന്ന ആ ചൊന്നതിരെ നമ്മുടെ മനുഷ്യ അങ്ങനെ നമ്പിയേണ്ടെങ്കിൽ അവനു അള്ളാഹുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഇറക്കിയ ഖുർആൻ കൊണ്ട് അവൻ കാഫിറായ ചൊന്നിട്ടായിട്ടിക്കരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ശക്തമായിട്ടും പടിപ്പാട്ടിച്ച് ജ്യോതിഷന്മാരെ മുട്ട ഓണു തീരാ ചൊന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഇസ്ലാം ഞങ്ങളെ മുട്ട പടിപ്പാട്ട്. അപ്പൊ ആ കാരണത്തില ഇന്ത്യ കാരണം എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ ചില ആൾമാർക്ക് അന്ധവിശ്വാസം യാറായിട്ടിക്കരും, മൂഢനമ്പിക്കര മേൽ വിശ്വാസം വെച്ച് ചൊമ്മ ആൾമാരുള്ളാറ് അത് ജീവനത്തിൽ ഇല്ലാണ്ടാക്കണം. ഇങ്ങനെ നോക്കൊരു മഹാനായ ഇക്രിമ റളിയല്ലാഹു ചൊല്ലു, ഞാൻ ഒരു നാള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ സദസ്സിൽ ഞാൻ ദച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കായിട്ടിക്കര് ഫമറ ത്വായിറുൻ ഒരു പക്കി അവിടെ പോയിട്ട് പാരി പോയിട്ട് ഒരു പക്കി പാരിത്ത്. അപ്പ ഞങ്ങൾ കൂട്ടത്തിൽപ്പെട്ട് ഒരാൾ ചൊന്തു ഖൈറുൻ ഖൈർ, അതെ ഓ ഈ പക്കിയൊന്ന് പാരിത്തല്ലേ ഞങ്ങൾ ഖൈരിക്കൂ ഭാര്യ ഒരു ഖൈറായിട്ടിക്കൂ ഞങ്ങൾക്ക് ചൊന്ന് ചൊല്ലുമ്പോഴത്തേക്കും അപ്പ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചൊന്തു ലാ ഖൈറുൻ വലാ ശർ, ഒരു ഖൈറും ഇല്ല ഒരു ഷർറും ഇല്ല, ഒരു ഖൈറും ഇല്ല ഒരു ഷർറും ഇല്ല. അപ്പ ഒരു പക്കി പാരിയ സാത്തേക്ക് അല്ലെങ്കിൽ ഒരു പക്കിയുടെ സൗണ്ട് കേട്ടിട്ട് ഈ നിലക്ക് ഇന്നുണ്ടായെങ്കിൽ അതിലൊരു ഖൈറും ബിയാരിക്കോ തീരാ ഒരു ഷർറും ബിയാരിക്കോ തീരാ ചൊന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഇസ്ലാം ഞങ്ങളെ മുതൽ പടിപ്പാട്ടിയ. ഇങ്ങനെ നോക്കൂ, ചില ഞങ്ങളെ സാധാരണ ഞങ്ങളുടെ ഇടയിലുള്ള ചില മൂഢനമ്പിക്കുണ്ട്. ഏതുപോലെ ചൊന്നിട്ടുണ്ടെങ്കിൽ ഒരാളിങ്ങനെ വാഹന ഗാഡിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അപ്പമാത്തു എതിർലു ഒരു പാമ്പ് കണ്ടെത്തു. പാമ്പ് കണ്ട സാത്തുക ബ്രേക്ക് അടിച്ചിട്ട് ചില ആൾമാർ ഒരു ബാക്ക് വന്നിട്ട് പിന്നെ എതിർ പോണ്ടതായിട്ടിക്കരുത്, ബാക്ക് വന്നിട്ട് പിന്നെ എതിർ പോണ്ടേ അതൊരു മൂഢനമ്പിക്കയായിട്ടിക്കരുത്. യഥാർത്ഥത്തിൽ അങ്ങനെ എന്തോ ആക്കണുണ്ടെന്നില്ല, ബ്രേക്ക് അടിച്ചാൽ സീത പോവാ. ഇതെന്താക്കടേ ബ്രേക്ക് അടിക്കരേ തെല്ല് ബാക്ക് പോണ്ടേ തെല്ല് എതിർ പോണ്ടേ. ഇങ്ങനത്തെ ഒരു മൂഢനമ്പിക്ക ഞങ്ങളുടെ ഇടയിൽ നടന്നുകൊണ്ടുണ്ടു. യഥാർത്ഥത്തിൽ അത് തപ്പായ മൂഢനമ്പിക്കയായിട്ടിക്കരുത്. അല്ലണ്ടെങ്കിൽ ഈ അറക്കിടെ കല്ലുണ്ട് ഗ്രൈൻഡറിൽ മാത്രം തെച്ചുണ്ടായെങ്കിൽ മാമിരെ മനസ്സ് കല്ലാവിടു ചെന്നിട്ട് ചില ആൾമാർ ചൊല്ലാറ്. അല്ലണ്ടെങ്കിൽ മാമിരെ മനസ്സ് കല്ലാവിടു ഗ്രൈൻഡറിൽ തീക്കോ തീരാ ചെന്നിട്ടായിട്ട് ചൊല്ലേ. ഇതെല്ലാം ഞങ്ങളുടെ ഇടയിലുള്ള മൂഢനമ്പിക്കയായിട്ടിക്കരുത്. അതേപോലെ ഒരു കാര്യമായ ഒരു വിഷയത്തിൽ ഇങ്ങനെ പോയിട്ടുള്ള അല്ല അർജന്റായിട്ട് ഇങ്ങനെ പോണ്ടേ, ഒന്നാ ഗൾഫ് കയറ്റിക്കൂ അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് പിന്നിട്ട് പോയിട്ടുള്ള പുറത്തായിട. അപ്പൊ പോകുമ്പോഴത്തുക പുറത്ത് കിട്ടിയ എവിടെ പോണ്ടല്ല ശനി പിടിച്ചവണ് ഓൻ കിട്ടിയല്ല ബാവ പോകുമ്പോഴത്തേക്ക് എവിടെ പോണ്ടേ ചൊന്ന് കേൾക്കട്ടെ മാ ചൊന്നിട്ടു ഇങ്ങനെ ചില ആൾമാരുള്ളാറ്. പിന്നെ എന്തിനാ കേൾക്കണല്ലോ ഒന്നുണ്ടാ ദൂരാ ചൊന്ന് കേൾക്കണല്ല ജന്റെ അർത്ഥം അള്ളാഹു ആയാലും എവിടെ പോണ്ട് ചെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ദൂരാ ചൊന്ന് കേട്ടിട്ട് രണ്ടും ഒരേ അർത്ഥമല്ലേ. അപ്പൊ എവിടെ പോണ്ടേ ചൊന്ന് കേട്ട സ്ഥലത്തേക്ക് പോകാൻ ഭയങ്കര ടെൻഷൻ ആയിട്ടിക്കറ്. നാ ഒരു നല്ലൊരു വിഷയത്ത് പോകുമ്പോൾ എവിടെ പോണ്ടേ ചൊന്ന് കേട്ടാണ്. ഇതെല്ലാം ഞങ്ങളുടെ ഇടയിലുള്ള ഒരു മൂഢനമ്പിക്കയായിട്ടിക്കറ്. അതേപോലെ കാക്ക മാത്ത് ഉൾപ്പിട്ടുണ്ടായെങ്കിൽ ഔത്തുകോ ഇന്നെന്താ ബിരുന്ദർ പറഞ്ഞാർക്കണ്ട് ഇന്നെന്താ ബിരുന്ദർ പറഞ്ഞാർ അങ്ങനെ കാക്കേനെ ഉൾപ്പിട്ടുകൊണ്ടുണ്ട്.
ഇതും ഞങ്ങളുടെ ഇടയിലുള്ള ഒരു മൂഢനമ്പിക്കയായിട്ടിക്കരുത്. അതേപോലെ ഈ ജോയിന്റ് ആയിട്ടുള്ള രണ്ട് ബാല മാത്തു തിന്നണ്ടായെങ്കിൽ ಅವನಿಗೂ ಟ್ವಿನ್ಸ್ ಮಕ್ಕ ಪೆರ್ರಿ ಚೊಂದು ಟೈಟಿಕ್ಕಿರಿ ಸೊಲ್ಲೆ ജോയിന്റ് ബാലിക്കറല്ലേ രണ്ട് ജോയിന്റ് ആയിട്ട് അത് ജോയിന്റ് ആയിട്ട് പോവാ അതിൽ അള്ളാഹു അങ്ങനെ പഠിച്ചിര് അത് തിന്റെ സാത്തുക അതിൽ പിന്നെ എരിയമാ എരിഞ്ഞിട്ടായത് വേസ്റ്റ് അല്ലേ അതിൽ തിന്റെ സാത്തുക അവനക്ക് ടിൻസ് മക്ക പേരെ ചൊല്ലേ ഇങ്ങനത്തെ ചില അന്ധവിശ്വാസമായിട്ടിക്കര്. അതേപോലെ ഈ ചില ഹല്ലിൽ പോയണ്ടെങ്കിൽ കണ്ട് പെഞ്ഞായിയുടെ ഔത്തുകൂ പുതിയാമ്പല ഫസ്റ്റ് ഇങ്ങനെ കാൽ വയ്ക്കുമ്പോഴത്തുകൂ ആ കാലിക്ക് പാൽ ബീത്തര ചില അഭ്യാസം ഉണ്ട്. അത് ടൗണിലുണ്ടാച്ചൊന്നും വന്നില്ല, ചില ഹല്ലിലുണ്ട്. കാലിക്ക് പാല് ബീത്തര് അത് ഒരിക്കലും ശരിയല്ല. അത് പാലിലെ വേസ്റ്റ് ആക്കടെ ചെന്നിട്ട് അയറ്റിക്കിരുന്ന അർത്ഥാക്കണം. അത് അതെ അങ്ങനത്തെ എല്ലാം ഒരു മൂഢനമ്പിക്ക ആയിട്ടിക്കരുത്. യഥാർത്ഥത്തിൽ അതൊന്നും ഇസ്ലാമിലില്ല. അതേപോലെ ജുമാത്തുക്ക് പള്ളിക്ക് വണ്ടിക്കുമ്പോലും ആരെങ്കിലും പാവത്തെങ്ങ ಬೇಂಗಡಂಗ ಮಾತು ಅವತ್ತು ಬಂದಿದ್ದಾയെങ്കിൽ ಜುಮಾ ಕಲ್ഞ്ഞിട്ട് ಬರಾವ ಅವನು ಜುಮಾ ಕಲ್ഞ്ഞിട്ട് വണ്ടി എടുത്തോണ്ട് കാക്കണം അവൻ പള്ളിയുടെ വണ്ട പോയി 10 രൂപ കിട്ടണം പിന്നായിട്ട്. അപ്പൊ ജുമാത്തുക്ക് മുന്നോലും ആരെങ്കിലും അവത്ത് ಬಂದಿದ್ದಾയെങ്കിൽ സ്വതക്ക കൊടുക്കില്ല. എന്തേ ജുമാത്ത് മുന്നോൽ സ്വതക്ക കൊടുക്കുത്തീരവാണ്. യഥാർത്ഥത്തിലുള്ള സുന്നത്തായ ഒരു കാര്യമായിട്ടിക്കര് വെള്ളിയാസരുടെ സ്വതക്ക കൊടുക്കരുത് ചൊല്ലത്. ഇത് ഞങ്ങളുടെ ഇടയിൽ ഒരു മൂഢനമ്പിക്കയായിട്ടിക്കര്. അതേപോലെ ജുമാത്തുണ്ട്. ഇന്നാലെ ഒരാൾ ഒരു പെണ്ണിങ്ങ പോണാക്കി എടുത്ത് ഞങ്ങൾ ഗുർത്തുള്ള ഒരു പെണ്ണിങ്ങ അലുസ്താദ് എൻ്റെ മോളുgu അവಳು ಪ್ರೆಗ್ನೆನ್ಸಿ ആയിട്ടിക്കര് അങ്ങനെ പെരുണുകുള്ള ടൈം മുട്ടയിത്ത് വെള്ളിയാസന്റെ കുട്ടിയെ പോത്തീരാ ചൊന്നുകൊണ്ടുള്ള കുടുംബത്തിൽ എന്തിനാക്കണുണ്ട്. പടച്ചറബ്ബ എന്തൊരു കഷ്ടല്ലേ. അല്ല ഓരോ നമ്മള വന്നിട്ട് പേരപ്പ വിത്യാണ്ട് വരേവ ജുമാത്തുക്ക് മുന്നിൽ കുട്ടിയെ പോണ തീരാ ജുമാ കലിയിട്ട് ചൊന്നുകൊണ്ടുള്ളാറുണ്ട്. അല്ല ഇതും ഒരു മൂഢനമ്പിക്കയായിട്ടിക്കര് ഞങ്ങളുടെ ഇടയിൽ ഉള്ളത്. അതേപോലെ ഒരാള് പെത്തെ അതേ നാളില് അതേ ഡേറ്റ് ചെന്നുണ്ടെങ്കിൽ അതേ നാൾ ഉദാഹരണം കൊടുത്ത തിങ്കളാസരണ്ട് പെത്തെ അവന് മങ്ങിലാപത്ത് തിങ്കളാസരണ്ട് അവനക്ക് മങ്ങിലാക്കോ തീരാ ചെന്നിട്ടായിട്ടിക്കത്. അങ്ങനത്തെ ഒരു അന്ധവിശ്വാസം. ഏത് പെത്തെ നാള് അതേ പെത്തെ നാളിൽ അവനക്ക് മങ്ങിലാക്കോ തീരാ ചെന്നിട്ടും ചില ആൾമാർക്ക് ഒരു അന്ധവിശ്വാസം ഉണ്ട്. ഇതൊരിക്കലും ശരിയല്ല. അതേപോലെ ഈ മറക്കുട്ടിക്കേച്ചുള്ള ഒരു പക്കിയുണ്ട്. മരത്തെ കൊത്തിട്ട് തിന്നേണ്ട ഒരു പക്കിയുണ്ട്. അത് മാത്രം ഉൾപ്പിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിൽ ആറാ ഒരാൾ മരിക്കാറ് കണ്ട് എന്റെ കുടുംബത്തിൽ ആറാ ഒരാൾ മരിക്കാറ് അതാ ആ പക്കി ഉൾപ്പിട്ടുകൊണ്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതും ഞങ്ങളുടെ ഇടയിലുള്ള ഒരു അന്ധവിശ്വാസമായിട്ടിക്കരുത്. അതേപോലെ പെഞ്ഞായിക്ക് മാത്രം ഉഷാറില്ലാണ്ടെങ്കിൽ അതൊരു വെള്ളിയാസരണ്ടായിട്ടിക്കർ ഉഷാറില്ലാണ്ട് അവിടെ ജുമാത്തുക്ക് മുതൽ ഹോസ്പിറ്റലിൽ പോണ്ടേ വേണ്ട, ജുമാത്ത് മുതൽ ഡോക്ടറേറ്റിക്ക് പോണ്ടേ വേണ്ട, ജുമാ കലിയട്ട് ഇങ്ങനെ ചില ആൾമാരുള്ളാറ് അയക്ക് മുതൽ മരിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചുറപ്പും ഇന്ദിര അവിടെ ഉണ്ട്. അവ ജുമ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കുട്ടിയെ പോണ്ടേ. ഇത് അന്ധവിശ്വാസമായിട്ടിക്കരുത് ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നടന്നിട്ടുള്ളത്. അതേപോലെ ഔത്തുലിലെ പൂച്ചമാത്തു അതിലെ മുഖത്തൊന്നു ഇടി തട്ടുപാട്ടി ഉണ്ടായെങ്കിൽ അതിലെ കാൽ കൊണ്ട് അതിന് മുഖത്തെ എന്താ ഫേസിനെ ക്ലീൻ ആക്കണത്. അങ്ങനെ ക്ലീൻ ആക്കിയ ഇണ്ടാറ ബിരുന്ദർ ഭണ്ടാർ കണ്ട് ഇതെല്ലാം ഞങ്ങളുടെ ഇടയിലുള്ള അന്ധവിശ്വാസമായിട്ടിക്കരുത്. യഥാർത്ഥത്തിൽ സമല്ല. അതേപോലെ അങ്ങനെ ഓർത്തര വിഷയം ഇങ്ങനെ പലക്ക പറഞ്ഞോണ്ടല്ല. അതേപോലെ ഞങ്ങൾ ഓർത്തര വിഷയം ഇങ്ങനെ മുണ്ടി വണ്ടിക്കുമ്പോഴത്തേക്കു സഡൻലി അവൻ വന്ന നല്ല ആയുസുണ്ടോ നിക്ക്. സാധാരണ ഞങ്ങൾ ചൊല്ലൊരു വിഷയമായിട്ടിക്ക് നല്ല ആയുസുണ്ട് നിക്ക്. അല്ലെങ്കിൽ അവന്റെ വിഷയം പലക്ക പറയുമ്പോഴത്തേക്കു അവൻ്റെതായിട്ടിക്കര് ഫോൺ വേണ്ടേ നല്ല ആയുസുണ്ടാവും അതിക്ക് 100 ആയുസാവാ എവിടെ 100 ആയുസ് ഓൻ കൊടുത്തിട്ട. അപ്പൊ അത് ഞങ്ങളുടെ ഇടയിലൊരു ചാൽത്തി മാത്രമില്ല അങ്ങനത്തെ ഒരു പലക്ക. യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് ഒരു പ്രോത്സാഹം ഇല്ല. അതേപോലെ ഒരേ ഔത്തുలు 3 മങ്ങിലാവോ തീരാ ചെന്നിട്ട് ഭയങ്കര ഗുൽമാലാക്കട ചില ആൾമാരുള്ളാറ്. ഒരൗത്തുలు 3 മങ്ങില 2 ആൺമക്കും ഒരു പെണ്ണുക്ക് 3 മങ്ങിലായിരോ തീരാ. കാരണം അത് സഡന് അത് പൊട്ടു ചെന്നിട്ടായിട്ടിക്കര് ചില അന്ധവിശ്വാസം ഉണ്ട്. ഒരിക്കലും അത് ശരിയല്ല. 3 മങ്ങില അവിടേക്ക് ഒരു തൊന്തരയില്ല ചെന്നിട്ടായിട്ടിക്കര് ഇസ്ലാം പടിപ്പാട്ട്. അതേപോലെ മക്ക മാത്തു തലയുടെ മേൽ മാത്തു കൈവച്ചുണ്ടായെങ്കിൽ മക്ക മാത്തു തലയുടെ മേൽ മാത്തു ഇങ്ങനെ കൈവച്ചുണ്ടായെങ്കിൽ ഉമ്മ വേഗം മരിക്കൂ ചെന്നിട്ട് ചില ആൾമാറുള്ളാറ്. മക്ക തലയുടെ മേൽ കൈവയ്ക്കല് പോവാ ആ മക്ക കൊന്തുണ്ട് ഇത് എന്തിനേക്ക് അവൻ ഇങ്ങനെ കൈവച്ച ഉമ്മ മരിക്കലുള്ള അതിന്റെ കാരണത്തിൽ ഈ മക്ക തല കൈവച്ച കാരണത്തിൽ അസ്രായേൽ അത്ര വേഗം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടാ. അപ്പൊ ഇങ്ങനത്തെ ഒരു അന്ധവിശ്വാസം ഉണ്ട്. അതേപോലെ മക്ക മാത്തു കാലാട്ടുപാട്ടി ഉണ്ടായെങ്കിലും അബ്ബ കടാവൂല കാലാട്ടുണ്ടല്ല ദീല നിപ്പാട്ടില്ല കാലം മക്ക കാലാട്ടിയ പോവാ ഈ മക്ക എന്ത് തോന്നുന്നുണ്ട് അബ്ബക്ക് കടാവിടെയുള്ള ഈ മക്ക കാലാട്ടിയ സ്ഥലത്തേക്ക്. അപ്പൊ ഇങ്ങനത്തെ ചില അന്ധവിശ്വാസം ഞങ്ങളുടെ ഇടയിൽ
ഇങ്ങനത്തെ ചൊമ്മ അന്ധവിശ്വാസം ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. അതൊരിക്കലും ഇസ്ലാമായിട്ട് ഒരു ബന്ധമേ ഇല്ല. അതേ സന്ദർഭത്തിൽ ചില വിഷയമുണ്ട് അത് കറക്റ്റ് ആയിട്ട് ഏതുപോലെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു പാമ്പ് മാത്തൗത്ത് ബന്ധുണ്ടായെങ്കിൽ പാമ്പൗത്ത് ബന്ധു ആ പാമ്പൗത്ത് ബന്ധുണ്ടായെങ്കിൽ അല്ലണ്ടായെങ്കിൽ ഒരു പാമ്പിടെ കണ്ടിട്ടായെങ്കിൽ സഡൻലി ആ പാമ്പിടെ ഞങ്ങൾ കൊല്ലത്തീരാ ചെന്നിട്ടായിട്ടിക്കരുത്. പിന്നെ ഒരു 3 പട്ട സാരിട്ടായെങ്കിൽ കൊല്ലണോ ചെന്നിട്ടായിട്ടിക്കരുത്. അതുണ്ട്. അത് ഹദീസിലുള്ള ഒരു വിഷയമായിട്ടിക്കരുത്. എന്ത് വെച്ചെന്നുണ്ടെങ്കിൽ പാമ്പിടെ കോലത്തില് ജിന്നവും ഭണ്ഡാരം ചെന്നിട്ടായിട്ടിക്കരുത്. ഇന്നൽ ഹയ്യാത്തില്ലത്തി ഫിൽ ബുയൂത്ത് ഫലാ തുഖ്തലു ഹത്താ തുൻദറ സലാത്ത അയ്യാം. 3 നാളേക്ക് എച്ചരിക്ക കൊടുക്കണോ, അല്ലെങ്കിൽ 3 പട്ടയ്ക്ക് എച്ചരിക്ക കൊടുത്തിട്ടു അയൽപ്പിനെതിരെ കൊല്ലണോ ചെന്നിട്ടായിട്ടിക്കരുത്. കാരണം എന്താ വെച്ചെന്നുണ്ടെങ്കിൽ പാമ്പിടെ കോലത്തില് ജിന്നവും ഭരണവും സാധ്യതയുണ്ട്. അപ്പൊ നീന് സമത്തിൽ പോകണോ ഇല്ലെങ്കിൽ കൊല്ലുവാച്ചുണ്ട് 3 എച്ചരിക്ക കൊടുത്താൽ പിന്നെ 3 എച്ചരിക്ക കൊടുത്തിട്ടു അത് പോണ്ടിണ്ടായെങ്കിൽ പോണ്ടിണ്ടായെങ്കിൽ അത് നല്ല ജിന്ന് ചെന്ന് പേരിക്കണം. അല്ല ഇത് പോണ്ടില്ലാണ്ടെങ്കിൽ പിന്നെ അതിനെ കൊള്ളാതെന്ന് കേട്ടിക്കരുത്. ഇത് തങ്ങളെ ഹദീസിലുള്ള വിഷയത്തിക്കരുത്. മദീനത്തില് ഒരു ജിന്നും കൊണ്ടു മുസ്ലിമീങ്ങളായ ജിന്നുകായിട്ടിക്കരുത്. നിങ്ങൾ അങ്ങനത്തെ ജിന്നുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് ജിന്നെ പാമ്പിടെ നിർത്തങ്ങളുണ്ട് അങ്ങനത്തെ ജിന്നുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ಅದಕ್ಕೆ 3 നാൾ എച്ചരിക്ക കൊടുക്കണോ ചെന്നിട്ടായിട്ടിക്കരുത്. തങ്ങൾ തന്നെ. അപ്പൊ ഈ ഹദീസിനെ ഉദ്ധരിച്ചിട്ട് ഇമാമിങ്ങ ചൊന്നാറ് അത് മദീനത്തുള്ളിലേക്ക് മാത്ര ബാധകല്ല. ഏത് രായത്തിലായെങ്കിലും പാമ്പുങ്ങ മാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് എച്ചരിക്ക കൊടുക്കാണ്ട് ഡയറക്റ്റ് കൊല്ലത്തീരാ ചെന്നിട്ടായിട്ടിക്കരെ. കാരണം അങ്ങനെ കൊന്നിട്ടായെങ്കിൽ അതിന്റെ സന്താനത്തിന്റെ പകെ പിടിച്ചിട്ട് കൊല്ലു ചെന്നിട്ടായിട്ടിക്കര്. അത് അങ്ങനത്തെ നടന്ന ഘട്ടന പോലും ഹദീസില് പടിപ്പാട്ട് അങ്ങനത്തെ കുറയുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ ഒരു 2-3 വിഷയ ഉള്ളതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് ഞാൻ ആലോചിച്ചുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ദീന് പോലെ മനസ്സിലാക്കിയിട്ട് മൂഢനമ്പിക്കരെ ദൂരാക്കിയിട്ട് ആ നിലക്ക് ജീവിക്കണു അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.